ഞാനെന്തിനാ ടെൻഷൻ ആവുന്നേ? എന്തോ ഒരു വലിയ കാര്യം പുറത്തറിയൂ എന്ന പോലെ ഒരു ടെൻഷൻ രണ്ടാളുടെ മുഖത്ത് കാണുന്നുണ്ട്. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഒരവസരം കിട്ടിയാ മതി. നാണോ മാനോ ഇല്ലാതെ അങ്ങ് സംസാരിച്ചോളൂ. നമുക്ക് പിന്നെ സംസാരിക്കാം മോനെ. അവനി, ജോലിക്കാര്യത്തില് നിന്റെ തീരുമാനം നിനക്ക് വിട്ടുതരുന്നു. മോൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ. കേട്ടല്ലോ? ശരി അമ്മേ. ചെല്ലേ. മുരളിയുടെ പേര് കേട്ടപ്പോ തൊട്ടടുത്തൊരു ബോംബ് വീണ പോലെ അവര് പേടിച്ചു പോയി. അതെ അതെ. അപ്പോ ആ മുരളിയുടെ അടുത്ത് എന്തോ ഒരു രഹസ്യമുണ്ട്. അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. അവനി, നമുക്കെന്തോ ഭാഗ്യമുള്ളതുകൊണ്ട് മുരളിയേട്ടൻ എന്തോ ഫോൺ എടുക്കാത്തതുകൊണ്ട് നമ്മൾ ശരിക്കും രക്ഷപ്പെട്ടു. ഒരു പക്ഷെ എടുത്തിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു. നമ്മളെ രണ്ടുപേരെയും കൊടുക്കാനുള്ള എന്തെങ്കിലും തെളിവുകൾ കിട്ടുമെന്ന്. ലാവണ്യ ചേച്ചിയാണെങ്കിൽ പോലീസുകാരെ പോലെ എങ്ങനെയൊക്കെ തിരക്കുന്നതെന്ന് കണ്ടില്ലേ? അതുമാത്രമല്ല, അമ്മ മുരളിയേട്ടനോട് എന്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? തന്നോടിപ്പോ അമ്മയ്ക്ക് കുറച്ച് സോഫ്റ്റ് കോർണർ ഉള്ളതുകൊണ്ട് ചിലപ്പോ നമ്മുടെ കല്യാണത്തെ പറ്റി എങ്ങാനും അവനോട് വിളിച്ച് സംസാരിക്കാൻ വേണ്ടിയാണെങ്കിലോ? തനിക്ക് അച്ഛനും അമ്മയും ഇല്ലെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് ചേട്ടനായ അവനോട് സംസാരിക്കാനാവും. അതുകൊണ്ടാ ഇപ്പൊ ധൃതിയിൽ ഫോൺ വിളിക്കാൻ പറയുന്നത്. മുരളിയേട്ടനാണെങ്കിൽ എനിക്ക് ജീവൻ തന്ന ഏട്ടനാണെങ്കിലും എന്റെ കൂടെ പിറന്ന ഏട്ടനല്ല. ഇന്ന് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെയും അവര് ഫോൺ വിളിക്കാൻ പറയും. അതുമല്ലെങ്കിൽ അവര് നമ്പർ എന്നോട് ചോദിച്ചു വാങ്ങിക്കും. അപ്പൊ മുരളിച്ചേട്ടൻ വഴി സത്യം എങ്ങാനും പുറത്തു വന്നാ നമ്മളുടെ അവസ്ഥ പിന്നെ എന്താവും? മുരളിച്ചേട്ടൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാവല് നിൽക്കുന്ന ഒരു സൈനികൻ മാത്രമല്ല, അദ്ദേഹം ഈ അനീതിയുടെ കാര്യത്തിലും ഒരു സേനാപതിയാണ്. എനിക്ക് വേണ്ടിയാണെങ്കിൽ എത്ര വലിയൊരു യുദ്ധത്തിനും അദ്ദേഹം തയ്യാറാണ്. അപ്പൊ നമ്മുടെ ഈ കുടുംബത്തില് എത്ര വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു ആലോചിച്ചു നോക്ക്. എന്റെ ടെൻഷനും അത് തന്നെ അവനി. നല്ല കാര്യങ്ങളാണെങ്കിൽ മറ്റൊരാൾ വഴി ആ കാര്യങ്ങൾ അറിയുമ്പോ മഹത്വമാണെങ്കിൽ ഇരട്ടിയാകുമെന്നാണ്. പക്ഷെ കള്ളത്തരങ്ങള് അത് മറ്റൊരാൾ വഴി അറിയുമ്പോ കള്ളത്തരം ജീവിതമാക്കിയവരെക്കാളും നിന്ദ്യരായി പോവും. നമ്മൾ ഇത്രയും കാലം ഇവിടെ കാത്തിരുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആയിരുന്നില്ലല്ലോ. ദേഷ്യപ്പെടുന്നവർക്കും കുറ്റപ്പെടുത്തുന്നവർക്കും അപമാനിക്കുന്നവർക്കും ഇടയില്ല നമ്മുടെ കല്യാണക്കാരും പുറത്തു വന്നു കഴിഞ്ഞാല് നമുക്ക് കിട്ടുന്ന ആദരവൊക്കെ നഷ്ടപ്പെടും. ആദരണീയമായ ഒരു കുടുംബത്തിൽ നിന്നും പുറത്തു നിൽക്കേണ്ടി വരും. അതുപോലെ എങ്ങാനും സംഭവിച്ച എനിക്ക് സഹിക്കില്ല ഏട്ടാ, സഹിക്കില്ല. ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ
ഞാൻ മുരളിയെ വിളിച്ച് സംസാരിച്ച് ഉടനെ തന്നെ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കും. എന്നാ പിന്നെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നോട്ട് റീച്ചബിളാ. നമുക്ക് രണ്ടാൾക്കും മതി. എപ്പോഴാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നതെന്ന് ഓരോ നിമിഷവും എനിക്ക് പേടിയാവുന്നുണ്ട് ഏട്ടാ. മുരളിയേട്ടനെ അമ്മ എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ ചെയ്താ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മുരളിയേട്ടനെ ഒന്ന് കണ്ടാലോ നമ്മളെ കുറിച്ച് അവര് മനസ്സിലാക്കും ഏട്ടാ. നമ്മൾ അറിയാതെ മുരളി ഒരിക്കലും അമ്മയെ കാണാൻ സാധ്യതയില്ല. എന്റെ ചേച്ചിയുടെ അടുത്താണെങ്കിൽ നമ്മുടെ കല്യാണക്കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെന്ന് കളവ് പറയുകയും ചെയ്തു. അളിയനാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എപ്പോ എന്ത് സംഭവിക്കോ എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താൻ ടെൻഷൻ ആവണ്ട. എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും എല്ലാത്തിനും കാരണം അത് ഞാൻ തന്നെയാന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കാം. തന്നെ ഒരിക്കലും ആരും കുറ്റപ്പെടുത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല. സുജാത, എടി സുജാതേ, ഇവിടെ വാടി. എന്താ നീ വലിയ ആളാവുന്നേ? നീ എനിക്ക് സമ്പാദിച്ച് ചെലവിന് തരുന്ന പോലെ. ഭാവിയില് സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്നവനാ ഞാൻ. സമ്പാദിക്കുന്നില്ലെന്ന് പറഞ്ഞ് നീ തരം താഴ്ത്തല്ലേ? ഇങ്ങനത്തെ സംസാരമൊക്കെ കല്യാണം കഴിഞ്ഞപ്പോ മുതലേ ഞാൻ കേൾക്കുന്നതാ. വിളിച്ച കാര്യം എന്താണെന്ന് പറ. നിന്റെ അനിയത്തിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ തന്നെ. എന്താടി ഇങ്ങനെ നോക്കുന്നേ? എന്റെ അനിയത്തിയുടെ ഫോട്ടോ നിനക്കെന്തിനാ? ആ, കല്യാണാലോചന നടത്താൻ വേണ്ടി. നേരത്തെ കൊണ്ടുവന്നിരുന്നല്ലോ ഒരു മുന്തിയ ആലോചന. തർക്കുത്തരം പറയാൻ നിൽക്കാതെ ഫോട്ടോ ഉണ്ടെങ്കിൽ താടി. എന്റെ കയ്യിലില്ല. ഇനി ഒരിക്കൽ കൂടെ അവളുടെ കാര്യത്തിൽ ഇടപെട്ട അത് നല്ലതിനല്ല. നിന്റെ അനിയത്തി ഉറപ്പായിട്ടും ഈ സിറ്റി തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം. മൊബൈലിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ഞാൻ ആളുകളെയൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോ ഒരുത്തൻ വന്ന് അത് ഡിലീറ്റ് ആക്കിയെന്നേ. അത് മാത്രമല്ല, അവനെ കുറിച്ച് എന്റെ സ്റ്റൈലിൽ ഞാൻ സംസാരിച്ചപ്പോ അവരെന്റെ കഴുത്തി കയറി പിടിച്ചെന്നേ. അവന്റെ മുഖം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതും അവൻ പിന്നെ എന്റെ കഴുത്തി കയറി പിടിച്ചതും എന്തിനായിരുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ റേഞ്ചിൽ അവൻ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഉറപ്പായിട്ടും അവനെ കുറിച്ച് എന്തോ അറിയാം. അവനും അവനെയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. കാണാൻ എങ്ങനെയാ? അവന് വലിയ പ്രായമൊന്നുമില്ല. ഏകദേശം എന്റെ അനിയന്റെ പ്രായമേ ഉള്ളൂ. ചെറിയ താടി. എന്തോ എന്നോട് അവന്റെ ദേഷ്യം കാണിച്ചെങ്കിലും അവൻ സാധാരണ വളരെ സൗമ്യനാ. കണ്ട ഒരു ഹീറോ എന്നേ പറയൂ. ഇനി അവൻ എവിടെ വെച്ച് എന്റെ കണ്ണിപ്പെട്ടാലും ഞാൻ അവനെ ഫോളോ ചെയ്യും. ആവിനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമ്പോ കഴുത്തി കയറി പിടിക്കേണ്ട ആവശ്യം ശ്രീകരനല്ലാതെ വേറെ ആർക്കും ഇല്ല. ഉറപ്പായിട്ടും അത് ശ്രീകർ തന്നെയായിരിക്കും. കാണാൻ എങ്ങനെയാണെന്നോ? നിനക്ക് അവനെ അറിയോ? നീ കള്ളു കുടിച്ചിട്ടാണോ വന്നിരിക്കുന്നേ? എനിക്ക് എങ്ങനെ അറിയാനാ? എനിക്ക് ഒരു ചെറിയ സംശയം ചക്കരെ. എന്താ അത്? അവൻ എവിടെയുണ്ടെന്ന് നിനക്കറിയില്ലേ? അവനോട് നീ ഫോണിൽ സംസാരിക്കാറില്ലേ? സുജാത, അവനെയും നീയും രഹസ്യമായിട്ട് കാണാറില്ലേ? പറ ചക്കരെ. എവിടെയാണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അല്ലാതെ എവിടെയാണെന്ന് അറിയില്ല. എന്താ എനിക്ക് സംശയം വന്നേന്നോ?
അനിയത്തിയെ കുറിച്ച് നിനക്ക് ഒരു ആലോചനയില്ല, അവളെ ഓർത്ത് നിനക്ക് ഒരു ടെൻഷനും ഇല്ല. അതുകൊണ്ടാ ചോദിച്ചേ. ഇത്രയും കാലം നിന്റെ അനിയത്തിയുടെ ഫോട്ടോ ചുവരിന്മേലോ കട്ടിലിന്റെ അടിയിലോ പണപ്പെട്ടിയിലോ വരെ ഉണ്ടായിരുന്ന. പക്ഷെ ഇപ്പോ ഞാൻ കണ്ടുപിടിക്കാത്ത പോലെ എവിടെയൊക്കെയാ കൊണ്ടുവച്ചു. നിന്റെ അനിയത്തിക്ക് വേണ്ടിയുള്ള എന്റെ വേട്ട വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഫോട്ടോ ഒപ്പിച്ച ശേഷം അവളെ എന്തായാലും ഞാൻ പിടിക്കും. എന്നിട്ട് വിശന്നിരിക്കുന്ന ആ സുരേന്ദ്രൻ സിംഹത്തിന് ഞാൻ കൊണ്ടുപോയി കൊടുക്കും അവളെ. ചേച്ചി, എവിടെയുള്ളത് അവനി? ഞാൻ വീട്ടിലുണ്ട് ചേച്ചി. എന്താ പറഞ്ഞോളൂ. ആ സുരേന്ദ്ര കൊടുത്ത പണം കണ്ട് കണ്ണു മഞ്ഞളിച്ച് വിശ്വസിക്കാൻ പറ്റാത്ത വീട്ടിലെ ആ ജന്തു വീണ്ടും നിനക്ക് വേണ്ടി അന്വേഷണം തുടങ്ങി. ഈ കാര്യം ശ്രീകരൻ നിന്നോട് പറഞ്ഞു കാണുമല്ലോ. അളിയൻ എന്റെ ഫോട്ടോ കാണിച്ച് നടക്കുന്നത്, അദ്ദേഹത്തെ പോയി കണ്ടത്, അദ്ദേഹം ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തത് എല്ലാം എനിക്കറിയാം ചേച്ചി. ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. ജോലിയുടെ കാര്യത്തിൽ അദ്ദേഹം എന്തോ തീരുമാനം എടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ ജോയിൻ ചെയ്യും ചേച്ചി. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കും ചേച്ചി. 4 വീട്ടിൽ ജോലി ചെയ്തിട്ടാണെങ്കിലും എന്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും നോക്കും. എനിക്ക് വേണ്ടി നീ ഇനിയും കഷ്ടപ്പെട്ട് ആ സുരേന്ദ്രന്റെ കണ്ണിലൊന്നും പെട്ടുപോവല്ലേ മോളെ. എല്ലാം ഞാൻ ദൈവത്തെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരു കഷ്ടപ്പാടും ഉണ്ടാവാതെ ഈ ഞാൻ നോക്കും ചേച്ചി. എന്നെക്കുറിച്ച് ആലോചിച്ച് പേടിക്കരുത്. അത് സുജാതേ, സുജാതേ, ഇവിടെ വാടി. അവനി, നിന്റെ അളിയന് വേറെ എന്തോ കിട്ടിയിട്ടുണ്ട്. അലറി വിളിച്ചോണ്ട് വരുന്നുണ്ട്. ശരി ചേച്ചി. ആരൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെ സത്യങ്ങൾ അറിയാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോ ഭയം തോന്നുന്നു ഭഗവാനെ. ഹായ്ഡാ. ഹായ്. ഇത്ര അർജന്റായിട്ട് നീ എവിടെ പോവാ? എറണാകുളത്തേക്കാ. എറണാകുളോ? എന്തിനാ? പെങ്ങളെ ഒന്ന് കാണാൻ. പെങ്ങളോ? നിനക്കതിന് പെങ്ങളൊന്നുമില്ലല്ലോ. ദൈവം എനിക്കൊരു പെങ്ങളെ തന്നടാ. ഈ യാത്രയ്ക്ക് വേണ്ടി ദൈവം നേരിട്ട് അയച്ച ചേട്ടനാ നിങ്ങള്. എന്നെ ആശീർവദിക്കണം ചേട്ടാ. എനിക്ക് അനിയത്തിമാരില്ല. ഈ നിമിഷം തൊട്ട് നീയാണ് എന്റെ അനിയത്തി. എന്റെ അമ്മയുടെ വയറ്റിൽ ജനിച്ചതല്ലെങ്കിലും സ്വന്തം പെങ്ങളാണ് അവൾ എനിക്ക്. ചേട്ട എന്നുള്ള വിളിയില് എത്ര സ്നേഹമുണ്ടെന്ന് ആ അനിയത്തി എന്നെ വിളിച്ച ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ആ സമയത്ത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീകറിന് പ്രതീക്ഷിക്കാതെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ചെന്നൈയിൽ വെച്ച് എന്റെ അനിയത്തിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് എനിക്ക് അവരെ കാണാൻ പറ്റിയില്ല. പ്രതീക്ഷിക്കാതെ എനിക്ക് ലീവ് കിട്ടിയത് കൊണ്ട് വേഗം തന്നെ പോയി അവര് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണണം എനിക്ക്. അപ്പൊ നീ അവർക്ക് ഫോൺ ചെയ്തായിരുന്നോ? നീ വരുന്നുണ്ടെന്നറിഞ്ഞ അവർക്ക് സന്തോഷാവില്ലേ? അവരെന്നെ പെട്ടെന്ന് കണ്ട് ആശ്ചര്യപ്പെടണം. അതുകൊണ്ട് അവരെ അറിയിക്കാതെ ഞാൻ പോകുന്നത്. സർപ്രൈസ് വിസിറ്റ് അവർക്കും ഒരു സന്തോഷമായിരിക്കും. ശരി, ഇതാ കാറ് പാർക്കിങ്ങിലുണ്ട്. നീ പുറത്തിറക്കാം, ഞാനിപ്പോ വരാം. ഓക്കെ ഓക്കെ. ശ്രീകർ, എനിക്കാണ് നിങ്ങളെ ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അവനിയായിട്ട് കല്യാണം കഴിഞ്ഞ കാര്യം വീട്ടിലുള്ളവരോട് പറഞ്ഞു കാണും. എല്ലാവരും അംഗീകരിച്ചു കാണും. വലിയൊരു കുടുംബത്തില് ചെറിയ വീട്ടിൽ നിന്നൊരു കുട്ടി. അവൾ അവിടെ ഹാപ്പിയായി ജീവിക്കുന്നത് എനിക്ക് കാണണം.
എടാ പ്രബലേക്ക് നിന്നെ നോക്കി ചിരിച്ചോണ്ട് പോകുന്നുണ്ട്. പോകും. അപ്പൊ നിന്റെ ട്രാക്കിലേക്ക് നീ കൊണ്ടുവന്നോ? യാ. നീ വല്ലാത്തൊരു സംഭവം തന്നെയാടാ. എത്ര സൗന്ദര്യമുള്ള പെണ്ണാണെങ്കിലും നീ വരവീഴ്ത്തും. നമുക്ക് മേലെ ടിപ്സ് ഒക്കെ പറഞ്ഞതാടാ. നീ ഒരു പാർട്ടി അറേഞ്ച് ചെയ്, അപ്പോ പറയാ. ഇനി നിന്റെ വല വീഴുന്ന പെണ്ണ് ആരാണോ ആവോ? ഇത് നിങ്ങളുടെ ഓഫീസല്ലേ ഏട്ടാ? അതെ, ഇങ്ങോട്ട് എന്തിനാ എന്നെ കൊണ്ടുവന്നത്? അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞാ പോരെ? വാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹായ് ശ്രീകർ. ഹായ് ഗിരി. ഹായ് ശ്രീ. ഇതാരാ? ന്യൂ ജോയിനിങ്? പിന്നീട് പറയടോ. പവൻ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്തോ? ചെയ്തു ശ്രീ. ഓക്കെ. ഓക്കെ ഗായ്സ്, നിങ്ങളൊന്ന് വർക്ക് ചെയ്യേ. ഞാൻ Okay, പോയിട്ടൊരു sir. 10 മിനിറ്റ് കഴിഞ്ഞു വരാം. വരൂ. എടാ നീ കണ്ണു വെച്ചോടാ, പറയടാ. കണ്ണടയ്ക്കാൻ തോന്നാത്ത സൗന്ദര്യമാണ് അവൾക്ക്. ആ പെണ്ണ് ശ്രീകറിന്റെ ബന്ധുവാന്ന് തോന്നടാ. കണ്ണു വെക്കല്ലേ. താജ്മഹൽ ആർക്ക് വേണേലും കാണാലോ, അതിൽ തെറ്റില്ല. ഹായ് ശ്രീകർ. ഹലോ. ശ്രീകർ ഒരു പെൺകുട്ടിയെ വിളിച്ച് ഓഫീസിലേക്ക് വരുന്നുണ്ട്. എനിക്ക് അത്ഭുതം തോന്നുന്നു. കല്യാണപ്രായം എത്തിയ ചെറുക്കന് ആ പെണ്ണ് ആരാണാവോ എന്തോ. മേ കം ഇൻ സർ? പ്ലീസ് കം ശ്രീകർ. താങ്ക് യു സർ. വരൂ. MD സർ. സർ, ഇത് അവനി. നമസ്കാരം സർ. ഇരിക്കൂ അവനി. ഇരിക്കൂ മോളെ. ശ്രീകർ നിന്റെ ജോബ് റേസിനെ കുറിച്ച് പറഞ്ഞു മോളെ. അതുപോലെ ഒരു ഗൈഡ് എന്ന നിലയ്ക്ക് നിന്റെ ടാലന്റിനെ കുറിച്ച് ഇവൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്പനിയിൽ ജോലി തരാമെന്ന് ആഗ്രഹിക്കുന്നു. ആഗ്രഹമല്ല, ഇതാ തന്നു കഴിഞ്ഞു. ബട്ട് സർ, എനിക്ക് മാർക്കറ്റിംഗ് ഫീൽഡ് പുതിയതായിരിക്കും, അല്ലെന്ന് പറയുന്നില്ല. ഒരാഴ്ചത്തേക്ക് ശ്രീകറിന്റെ അടുത്തോ മറ്റൊരു ടീം ലീഡറായിട്ട് ഗിരിയുണ്ട്. അവന്റെ അടുത്ത് പോയി ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിക്കോളും. നിനക്കുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വെച്ച് നീ വളരെ പെട്ടെന്ന് പിക്കപ്പ് ആവുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സർ, ഐ വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി സർ. Then go ahead. അപ്പോയിന്റ്മെന്റ് ലെറ്റർ റെഡിയാക്കിയിട്ട് ശ്രീകറിന്റെ അടുത്ത് കൊടുത്തു വിട്ടേക്കാം. 19th നല്ല ദിവസാ, അന്ന് വന്ന് ജോയിൻ ചെയ്തു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല മോളെ, നിന്നെ കുറിച്ച് വളരെ ആവേശത്തോടു കൂടി പറഞ്ഞ ശ്രീകരനോടാ. ഇനി എന്താ ശ്രീകർ? നത്തിങ് സർ. നിന്റെ കല്യാണത്തിന് വേണ്ടി എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോനെ.
ഓരോ പ്രായത്തിൽ നടക്കേണ്ടത് ആ പ്രായത്തിൽ തന്നെ നടക്കണം. നിന്റെ പ്രായത്തിലുള്ളവരൊക്കെ ഓരോരുത്തരെ പ്രേമിച്ച് 1 വർഷം കഴിയുന്നതിന് മുമ്പേ കല്യാണം കഴിക്കുന്നുണ്ട് കേട്ടോ. ഇനിയും ലേറ്റ് ആവല്ലേ? പെൺപിള്ളേർക്കൊക്കെ ഇപ്പൊ നല്ല ഷോർട്ടേജാ. ശരി ശരി, എങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോളൂ. ജോയിൻ ചെയ്യുന്ന അന്ന് സ്റ്റാഫിനെ എല്ലാവരും പരിചയപ്പെടുത്തണം ശ്രീകർ. ഓക്കെ സർ. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് സർ. എന്റെ പെങ്ങൾ ഒരുപാട് ഭാഗ്യം ചെയ്തവളാ. വലിയൊരു കൊട്ടാരത്തിൽ തന്നെ അവൾ എത്തിയത്. എന്റെ ആവനെ ശരിക്കും ഭാഗ്യം ചെയ്തവളാ. അവനി, ശ്രീകർ, ശ്രീകർ, മോളെ അവനി. ജോലിക്ക് പോയി തുടങ്ങിയ ദിവസം മുഴുവൻ നിങ്ങളെ മിസ് ചെയ്യുമല്ലോ എന്ന് ഓർത്തിരുന്നു ഞാൻ. നിങ്ങളുടെ ഓഫീസിൽ തന്നെ എനിക്ക് ജോലി തന്നതിന് താങ്ക് യു സോ മച്ച് ചേട്ടാ. എടാ ശ്രീകർ, ശ്രീകർ, മോളെ ആവനി. ആരാ മനസ്സിലായില്ല? ഇതിനു മുമ്പേ കണ്ട ഫോട്ടോ പോലെ ഒന്നും തോന്നുന്നില്ലല്ലോ. ആദ്യം ശ്രീകറിനെ ഒന്ന് വിളിക്കാവോ? എടാ ശ്രീകർ.